കളി രാജ്മോഹൻ ഉണ്ണിത്താനോട് വേണ്ട. കളിക്കാൻ ചെന്നാൽ കളി പഠിപ്പിക്കും അദ്ദേഹം. അതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ശൈലി. വായിക്കും നാക്കിനും ഒരു ബെല്ലും ബ്രേക്കുമില്ല, എന്തും വിളിച്ചു പറയും. അത്രയും ചങ്കൂറ്റം കോൺഗ്രസിൽ മറ്റാർക്കും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയാം. രാജ്മോഹൻ ഉണ്ണിത്താനെക്കുറിച്ച് ഇപ്പോൾ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, പത്മജയ്ക്ക് ഒരു മറുപടി ഇന്ന് രാവിലെ ഉണ്ണിത്താൻ കൊടുത്തിരുന്നു. അതുകൊണ്ട് പറഞ്ഞതാണ്. ചുമ്മാതിരിക്കുന്നിടത്ത് ചുണ്ണാമ്പിട്ട് കുത്തുന്നത് പത്മജയ്ക്ക് ഇപ്പോൾ ഒരു ഹോബിയാണെന്നാണ് തോന്നുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ BJPയിലേക്ക് പോകുമെന്ന് നേരത്തെ പത്മജ പറഞ്ഞിരുന്നു. അതിന് മറുപടിയായിട്ടാണ് ഉണ്ണിത്താൻ പറഞ്ഞത്, തുറന്നു പറയാൻ തുടങ്ങിയാൽ പത്മജ പുറത്തിറങ്ങി നടക്കില്ലെന്ന്. 973 മുതലുള്ള ചരിത്രം താൻ വിളിച്ചു പറയുമെന്ന് പത്മജ വേണുഗോപാലിനെ വെല്ലുവിളിക്കുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. പത്മജ പരസ്യ സംവാദത്തിന് തയ്യാറാകണമെന്ന് ഉണ്ണിത്താൻ ആവശ്യപ്പെട്ടു. എനിക്കൊരു നല്ല പിതാവുണ്ട്, ആ പിതാവിലാണ് ഞാൻ ജനിച്ചത്. മരിക്കുന്നതുവരെ ഞാൻ കോൺഗ്രസ്സുകാരൻ ആയിരിക്കും. അത് MP ആയാലും അല്ലെങ്കിലും മരിക്കുന്നതുവരെ കോൺഗ്രസ് പാർട്ടി വിടില്ല. കാരണം 65 വയസ്സ് വരെ ഈ പാർട്ടി എനിക്കൊന്നും തന്നില്ലല്ലോ. എന്നിട്ട് ഞാൻ ഒരിടത്തും പോയില്ല. ഇപ്പോൾ എനിക്ക് പാർട്ടി എല്ലാം തന്നു. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പൂർണ്ണ സംതൃപ്തനാണെന്നും ഇനിയൊന്നും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നില്ലെന്നും ഉണ്ണിത്താൻ വ്യക്തമാക്കി. പത്മജയെക്കുറിച്ച് തനിക്ക് ചിലത് പറയാനുണ്ടെന്നും അത് പറയുകയും ചെയ്യുമെന്ന് ഉണ്ണിത്താൻ കൂട്ടിച്ചേർത്തു. തന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിച്ചാൽ പത്മജയ്ക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ വരും. അതുകൊണ്ട് വെറുതെ വടി കൊടുത്ത് അടി വാങ്ങരുത്. എൻ്റെ അച്ഛൻ K. കരുണാകരനല്ല. പത്മജ എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. രാജ്മോഹൻ ഉണ്ണിത്താൻ തുറന്നു പറയാൻ തുടങ്ങിയാൽ പത്മജ പുറത്തിറങ്ങി നടക്കില്ല. 973 മുതലുള്ള ചരിത്രം താൻ വിളിച്ചു പറയും. ഈ ചരിത്രമൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് താനെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ തുറന്നടിച്ചു. വല്ല കാര്യവുമുണ്ടോ പത്മജയ്ക്ക്? ഉണ്ണിത്താൻ പറയാൻ തുടങ്ങിയാൽ BJPക്കാർ തോട്ടിയെടുത്ത് ദൂരെ എറിയും. ഉള്ള മാന്യത കളയാതെ BJPയോടൊപ്പം നടക്കുന്നതാണ് നല്ലത്. ആവശ്യമില്ലാതെ കോൺഗ്രസ്സുകാരെ ചൊറിയാൻ ചെന്നാൽ അവർ വല്ലതുമൊക്കെ വിളിച്ചു പറയും. പിന്നെ കിടന്ന് മോങ്ങിയിട്ട് കാര്യമില്ല. പത്മജയെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം.